പണിയില്ലാണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വിശന്നുകൊണ്ടേ ഇരിക്കട്ടെ. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സുഖമല്ല അല്ലേ സാർ. മുട്ട അല്ലെങ്കിൽ നമ്മൾ എണർ എന്നൊക്കെ പറയുന്ന സാധനത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞു. മുട്ട മുട്ട മീനിന്റെ മുട്ട. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളർന്നല്ലേ? അപ്പൊ ഗൈസ് ചാമ്പക്കന മരല്ലേ. അപ്പൊ ഗൈസ് നമ്മള് ടാങ്കിൽ വെള്ളമില്ല, മീനില്ലാത്ത ടാങ്കിൽ പൊട്ടൻ ഗൈസ്, പൊട്ടൻ തക്കട് മുത്താട്ട നിക്ക്. അപ്പൊ നമ്മൾ കാര്യം പറയാം. അപ്പൊ ഗൈസ് നമ്മള് അന്ന് സ്കൂളിന് അവധി കൊടുത്ത ദിവസമായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു 2-3 ദിവസമായിരുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അതിനുശേഷം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിനുശേഷം ലീവില്ല. മെയിനായിട്ട് നമ്മൾ ലോങ് വീഡിയോ എടുക്കുന്നത് വെച്ചാൽ ലീവുള്ള ദിവസങ്ങളിലാണ് ലോങ് വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പുറത്തെവിടെയും പോകുന്ന ദിവസങ്ങളായിരിക്കും നമ്മൾ ലോങ് വീഡിയോ എടുക്കുന്നത്. ഒരു മിനിറ്റ് അപ്പോൾ കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമ്മൾ ലീവായതുകൊണ്ട് ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ധ്യാനൂസും അമ്മയും പിന്നെ നിത്യവും അതുപോലെ തന്നെ അച്ഛനും പിന്നെ പാർവടുത്തും എല്ലാവരും ഉള്ളതുകൊണ്ട് എന്നാൽ ഇന്ന് ഒരു ലോങ് വീഡിയോ ഇന്ന് സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വെച്ചിട്ടാ. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് നമ്മൾ അവിടെയൊക്കെ പപ്പ കാണിച്ചു തരാം. എനിക്ക് ഒരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അടുക്കളയിൽ തകൃതിയായ പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടലുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ ധ്യാനസേ ഒരു മിനിറ്റ് ഗ്യാസ്, നമ്മൾ ധ്യാനസിൻ്റെ മീനിൻ്റെ ഇത് ഈ ബോട്ടിൽ മീൻ പിടിച്ച് വെച്ചിട്ടില്ല, ചത്തുപോയത്. കുറേ നേരം അതിൻ്റെ അടുത്ത് പറയുന്നിട്ടാ. ഈ ബോട്ടിലാണ് മീൻ പിടിച്ച് വെച്ചത്. ചത്തുപോയാ? ചത്തിട്ടില്ല. ഒരു മീൻ ചത്തിട്ടുണ്ട്, ഒരു മീൻ ചത്തുപോയില്ല. കുറേ നേരം പറയുന്നിട്ടാ. അപ്പോൾ നേരെ നമുക്ക് ഇനി അടുക്കളയിൽ പോയിട്ട് അമ്മേൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അല്ലേ. അപ്പോൾ അത് പോവാ. അപ്പോൾ ഇന്ന് എന്തെല്ലോ സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നുള്ള പാർട്ടിണ്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ആ കാര്യങ്ങളൊന്ന് എന്തോ ആർക്കറിയാം. എന്തായാലും നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോകട്ടോ. നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോകുന്നതാണ്. അടുക്കളയിൽ എന്താണെന്നുള്ള അറിയാം. നല്ല കുടുകുടു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഗ്രൈൻഡർ ഓൺ ആക്കിയിട്ടുണ്ട്. ഹായ് ജിത്തു, ആയോ? ഹായ്. എന്താണ് സൺഡേ സ്പെഷ്യൽ? ചോറും കറിയല്ലല്ലോ, എന്ത് കപ്പയും മീനാണെന്നുള്ള ഞാൻ കേട്ടത്. ആ ഗ്രൈൻഡറിന്റെ സൗണ്ട് നോക്കി ഒരു മിനിറ്റ് നോക്കാക്കുന്നത് മൊത്തം കുടുകുടു സൗണ്ട് ആയിരിക്കും. ഇന്ന് നമ്മൾ മെനഞ്ഞാനത്തെ പോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കപ്പയും മീനിലേക്കും ഒതുങ്ങുകയാണോ? എല്ലാ സ്പെഷ്യലും കഴിഞ്ഞു. ഇന്നത്തെ കപ്പയും മീൻ കറിയാ. അതുപോലെ നമ്മള് പാർവതി വരെ പോയിക്കാ. അവരുടെ കപ്പയും മീൻ കറിയില്ലേ? ഒന്നും ആയിട്ടില്ല. നല്ല മീൻ റെഡി. നല്ല മത്തിയാണ്. പൊരിച്ചാലോ? മീൻ്റെ അട പൊരിച്ചാലോ? എണ്ണറില്ല, മീൻ മുട്ട. മീൻ മുട്ടയല്ല, ഇത് മുട്ടയായി. മുട്ട മീനിന്റെ മുട്ട എന്നാ ഇത് മീനിന്റെ മുട്ടയാടാ. മീനിന്റെ മുട്ടയില്ല. മുളകാണ് എന്റെ കയ്യില്. മുളക് കയ്യല് പിന്നെ ഇല്ല. അത് പാറടിച്ചിട്ട് പൊരിച്ചു തരാൻ പറ. നല്ല പൊരിച്ച പപ്പ പൊരിച്ചാ ശരിയാവൂലേ? ഒരു മിനിറ്റ്. ഇതുണ്ടോ ഗൈസ്, വീണ്ടും കറുത്ത് ഇരുണ്ട് മഴ വരാൻ തുടങ്ങിയേ. ഓ ഇതൊക്കെ പഠിച്ചാ? ഇതൊക്കെ പഠിച്ചേ? റോക്കറ്റ് പോലെ പറഞ്ഞല്ലേ? പേരച്ചൂട്ട് പോലെ. ഇതാകാം ഗൈസ് സ്കൂളിൽ നിന്ന് പരിപാടി നമ്മളെ കുടയെല്ലാം വലിയ പൊട്ടിക്കുന്ന ഇങ്ങനെ ഓരോ വീഡിയോകളെ കണ്ടിട്ട് പൊട്ടിക്കില്ല. അങ്ങനെ ചാട് വിട്ടു. എന്നിട്ട് എന്റെ ബില്ലെല്ലാം പൊട്ടിച്ചിട്ട് പപ്പേ ബില്ല് പൊട്ടിയെന്ന്. അപ്പൊ ഗൈസ് നമ്മളെ കേങ്ങും നമ്മളെ
എടാ ഇതിന്റെ മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇതിന്റെ മുട്ട മീൻ മുട്ട പൊരിച്ചു വെച്ചിട്ടുണ്ട്. കഴിക്കാം പോവാം. നമ്മള് കപ്പയും മീൻ മുട്ട കഴിക്കാൻ പോകുന്നതാണ്. വാ വാ. പണിയില്ലാണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വിശന്നുകൊണ്ടേ ഇരിക്കട്ടെ. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സുഖമല്ലേ അല്ലേ സാർ? പണിയില്ലാണ്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിശന്നുകൊണ്ടിരിക്കുന്ന വല്ലാത്ത സുഖമല്ലേ? ഇതാ മീൻമുട്ടല്ലേ. മീൻമുട്ട നമ്മളെ മീനിന്റെ മുട്ട അല്ലെങ്കിൽ നമ്മളെ എണർ എന്നൊക്കെ പറയുന്ന സാധനത്തെ പൊരിച്ചു വെച്ചിട്ടുണ്ട്. സോസ് കൂട്ടി കഴിക്കാം. നമ്മള് കപ്പ കഴിക്കാൻ പോകുന്ന കേട്ടാ. നമ്മള് മീനിന്റെ മുളക് സെറ്റില്ല കേട്ടാ. ഇപ്പൊ എത്തും അടുപ്പത്താള. അതിങ്ങനെ മീൻ മുട്ട കഴിക്കുന്ന സോസും കൂട്ടിട്ട് കേട്ടാ. ന്യൂജൽ നമ്മൾ നേരത്തെ കപ്പ കഴിച്ചില്ല. കപ്പ കഴിച്ച് കുറച്ചേരം നാളെ മേലെ പോയി കിടക്കുകയും ചെയ്ത് ജാനൂസിന് വിശക്കുന്നു. ജാനൂസ് നേരെ അടുക്കളയിൽ പോയിട്ട് പിന്നെ എന്തുണ്ടാക്കിയെന്നറിയാം, അവിലും പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ തന്നെ ഉണ്ടാക്കിയതാട്ടാ. നോക്കേ കാണിച്ചു തരാം. വെള്ളവും കട്ടൻ ചായ എങ്ങനെ ഉണ്ടാക്കിയേ? വെള്ളം ഇട്ട് അല്ലേ? കട്ടൻ ചായ നീ വെക്കുമ്പോ എന്നോട് യാസമിന് കട്ടൻ ചായ വെക്കണം പറഞ്ഞില്ലേ? ഫ്ലാസ്ക് നിർത്താ. മട്ട് എന്ന് പറയുന്നത് എന്താ ചായപ്പൊടിയാണ്. മട്ട് എന്ന് പറഞ്ഞിട്ടാ. നിത്യ അപ്പത്തേക്ക് കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തന്നെ ചോറ് കഴിക്കാൻ പോകുന്നതാണ്. ചോറ് കഴിക്കാം. അടുക്കളയിൽ തീറ്റ തന്നെയാ. അടുക്കളയിൽ അമ്മ വന്നിട്ടുണ്ട്. അമ്മ ആരുടെ ഫോൺ വിളിക്കുന്നേട്ടാ. ചോറെല്ലാം ഫുള്ള് റെഡി സെറ്റപ്പ് ആക്കി. നെയ്യപ്പം കാണിക്കാൻ. നെയ്യപ്പം കാണിച്ചാ അമ്മേ അടിപൊളി നെയ്യപ്പം. ഇതാണ് ഇവിടെ വെച്ചിട്ട് അമ്മയോട് പറയണെന്ന്. ഈശ്വരാ ഉപ്പുണ്ടല്ലോ. നമ്മളെ ബേക്കറി കൊട്ടേട്ടാ. ഇഷ്ടം പോലെ എടുത്താ. വാ ചോദിക്കാം. അപ്പൊ ഗൈസ് മഴ വീണ്ടും പെയ്യുന്നില്ല. നമ്മളാ ഫുഡ് കഴിക്കാൻ പോകാണ്. കല മൊത്തം തിന്നുന്ന എന്താ തിന്നൂടാ? വേണ്ട ഇനി തിന്നണ്ട. ഞാള് തിന്നണ്ട. ബാക്കി വൈകി തിന്നുന്ന എന്താ മൂപ്പം കാണാറ്. ഈ കല മൊത്തം എടുക്കും. നിന്റെ കാണിച്ചേ. നിന്റെ അടുത്താണല്ലോ കൊറേ ചോറുള്ളേ. നമ്മള് ചോറ് തട്ടാ. എന്നിട്ട് ബാക്കി വിഷയം കാണിക്കാം. അപ്പൊ ഗായ്സ് നമ്മളെ വീഡിയോ നമ്മൾ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. സൺഡേ വ്ളോഗ് നമ്മൾ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നാളെ നമ്മളെ മറ്റൊരു വിശേഷമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ. അമ്മ ഒരു ബൈ പറഞ്ഞേക്കടാ. നമ്മളെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന അമ്മേനെ കണ്ടില്ലല്ലോ. വൈൻഡപ്പ് ചെയ്യുന്നാ. ബൈ ബൈ. ബൈ ബൈ. ഓക്കെ ഓക്കെ.